ചന്ദന കൃഷിയിൽ സർക്കാർ നയം അട്ടിമറിക്കാൻ ഗൂഢനീക്കമെന്ന് കർഷക കൂട്ടായ്മ. 30 വർഷം മുൻപ് നടന്ന ആട്, തേക്ക്, മാഞ്ചിയ തട്ടിപ്പിനോട് ഉപമിച്ചാണ് മാധ്യമങ്ങളിൽ ചന്ദന കൃഷിയെക്കുറിച്ച് വാർത്തകൾ വരുന്നത്. ചന്ദനകൃഷി ജനകീയമാക്കുന്നതിന് സ്വകാര്യ മേഖലയുടെയും കർഷകരുടെയും സഹകരണം ഉറപ്പാക്കുന്നതിന് വിവിധ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024 സംസ്ഥാന ബജറ്റിലും പ്രഖ്യാപനങ്ങളുണ്ട്. സർക്കാരിന്റെ ചന്ദനകൃഷി പദ്ധതികളെ അട്ടിമറിക്കാനായി സർക്കാർ വിരുദ്ധരുടെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരം വ്യാജ വാർത്തകളെന്ന് വയനാട് മുള്ളംകൊല്ലി പാടിച്ചിറയിലെ ചന്ദന കർഷകരുടെ കൂട്ടായ്മയായ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സത്യസന്ധമായിട്ടും ഭാവിയിലെ ഒരു വലിയ പ്രതീക്ഷയുമായി മുന്നോട്ട് വന്ന ഒരു സംരംഭത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു. ഏകദേശം 73ഓളം കർഷകരുള്ള ഒരു കൂട്ടായ്മയാണ്. തുടക്കം തന്നെ നമുക്ക് 73ഓളം കർഷക കൂട്ടായ്മയുണ്ട്. ഏകദേശം 350ഓളം പുതിയ കർഷകർ ഞങ്ങളുടെ കൂടെ ഈ കൃഷിക്ക് അസോസിയേറ്റ് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരാൻ തയ്യാറായി നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഈ കൃഷിക്കെതിരെ ഇങ്ങനെയൊരു വ്യാജ പ്രചരണം എന്ന് തന്നെ ഞാൻ പറയുകയാണ്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ശൈലി എനിക്കറിയില്ലെങ്കിലും എനിക്കൊരു കാര്യം അറിയാം. ഭൂവിഭവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ മണ്ണിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കൃഷി ചന്ദനമാണ്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് ധാരാളം പേർ വഞ്ചിക്കപ്പെടുന്നു എന്നാണ് ചന്ദനത്തോട്ടത്തിന്റെ ചിത്രം സഹിതം ഒരു പത്രം വാർത്ത പ്രസിദ്ധീകരിച്ചത്. ചന്ദന കർഷകരെയോ അസോസിയേഷൻ ഭാരവാഹികളെയോ ബന്ധപ്പെടാതെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2012 നിലവിൽ വന്ന സാൻഡൽവുഡ് പ്രൊട്ടക്ഷൻ ബില്ലിലൂടെ സ്വകാര്യ വ്യക്തികൾക്ക് കേരളത്തിലെവിടെയും ചന്ദനം നട്ടുവളർത്താമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി ലിസാമ, ട്രഷറർ റാഫി മതിലകം എന്നിവരും സംബന്ധിച്ചു. ജീവൻ ന്യൂസ്, കൊച്ചി.